വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയൻ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ അധ്യായമായ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 7 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട് 7 വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ പാർട്ട് 7 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. പുതുതായി ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് 6 കാര്യങ്ങളാണ്. ആ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യമാണ് റെക്കോർഡിംഗ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ. പുതുതായി വരുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടെത്തലാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3 ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യൽ, എങ്ങനെയാണ് ഗുഡ് വില്ല് കണ്ടെത്തുക, അത് എങ്ങനെ ഷെയർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി. അസറ്റും ലാബിലിറ്റിയും റീവാലുവേഷൻ നടത്തുക. അതുമായി ബന്ധപ്പെട്ട് റീവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതുതായി ഒരു പാർട്ട്ണർ വരുമ്പോൾ ചെയ്യേണ്ട 5ാമത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും 6ാമത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ് നമ്മൾ പാർട്ട് 7 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യേണ്ട 5ാമത്തെ ട്രീറ്റ്മെന്റ്? അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. റിസർവും പ്രോഫിറ്റും അതുപോലെ ലോസും പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. റിസർവ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി എങ്ങനെയാണ്? റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഇതാണ് റിസർവ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അതുപോലെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും നമ്മൾ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റിസർവ് മാറ്റിയതുപോലെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും നമ്മൾ മാറ്റണം. പുതിയൊരു പാർട്ട്ണർ വരുന്നതിന് മുൻപേ നിലവിലെ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർമാര് പ്രോഫിറ്റും ലോസും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റും ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. ലാഭം കിട്ടും, നഷ്ടം കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പുതുതായി ഒരു പാർട്ട്ണർ വരുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പ്രോഫിറ്റ് പാർട്ട്ണർമാരുടെ, എക്സിസ്റ്റിംഗ് പാർട്ട്ണർമാരുടെ, ഓൾഡ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിടക്കുന്ന ലോസ് ആണെങ്കിൽ അത് പാർട്ട്ണർമാരുടെ, എക്സിസ്റ്റിംഗ് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പൊ ഇതാണ് 5ാമത് ചെയ്യേണ്ട കാര്യം. പാർട്ട്ണർഷിപ്പിലുള്ള റിസർവും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് നിലവിലെ പാർട്ട്ണർമാർക്ക്, എക്സിസ്റ്റിംഗ് പാർട്ട്ണർമാർക്ക് വീതിച്ചു കൊടുക്കുക. അതാണ് 5ാമത് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്. 6 എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യലാണ് 6ാമത് ചെയ്യേണ്ട കാര്യം. പുതുതായി ഒരു പാർട്ട്ണർ വരുമ്പോൾ നിലവിലെ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർമാർ ചെയ്യേണ്ട 6ാമത്തെ കാര്യം എന്താണ്? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് 6ാമത് ചെയ്യേണ്ട കാര്യം. പുതുതായി ഒരു പാർട്ട്ണർ വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന, ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ അനുസൃതമായി പ്രൊപ്പോർഷനായിട്ട് നിലവിലെ പാർട്ട്ണർമാർ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് 6ാമത് ചെയ്യേണ്ട കാര്യം.
ഇനി പുതുതായി വരുന്ന പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ അനുസൃതമായിട്ട് നിലവിലെ പാർട്ട്ണർമാർക്ക് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നിലവിലെ പാർട്ട്ണർമാർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. ഇനി പുതുതായി വരുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റലിന്റെ അനുസൃതത്തിനേക്കാൾ കൂടുതൽ നിലവിലെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് വരുന്ന തുക നിലവിലെ പാർട്ട്ണർമാർക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്, അവരുടെ ക്യാപിറ്റലിൽ നിന്നും വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ അഞ്ചാമത്തെയും ആറാമത്തെയും അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അഞ്ചാമത്തെയും ആറാമത്തെയും ട്രീറ്റ്മെന്റുമായി അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ആൻസർ കണ്ടെത്തിക്കൊണ്ട് ഈ അഞ്ചാമത്തെയും ആറാമത്തെയും ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലെ അഞ്ചാമത്തെ ട്രീറ്റ്മെന്റ് ആയ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ക്വസ്റ്റ്യന് എന്താണെന്ന് നമുക്കറിയണം. ഇത് 2020 മാർച്ച് പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലെ അഞ്ചാമത്തെ ട്രീറ്റ്മെൻറ്റായ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ജിത്തു ആൻഡ് മുത്തു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ജിത്തും മുത്തും ഒരു പാർട്ട്ണർഷിപ്പിലെ 2 പാർട്ട്ണർമാരാണ്. അവർ ലാഭവും നഷ്ടവും വീതിക്കുന്ന അനുപാതം 3:2 ആണ്. ഓൺ 20th June 2018 ദേ അഡ്മിറ്റ് റിതു ആസ് എ ന്യൂ പാർട്ട്ണർ. 20 ജൂൺ 2018 റിതു എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണർ അവരുടെ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു. ഓൺ ദാറ്റ് ഡേറ്റ് ദർ വാസ് എ ബാലൻസ് ഓഫ് ₹40,000 ഇൻ റിസർവ്സ് ആൻഡ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹20,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഫേം. ആ ഒരു ഡേറ്റിൽ അവരുടെ റിസർവ് 40,000 രൂപ ഉണ്ടായിരുന്നു. അവരുടെ ബാലൻസ് ഷീറ്റിൽ 40,000 രൂപ റിസർവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹20,000 ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് 20,000 രൂപയും ബാലൻസ് ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയി 20,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വരുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000 രൂപ പ്രോഫിറ്റാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർവ് ആയിട്ട് 40,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റായിട്ട് 20,000 രൂപയുണ്ട്. പാസ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദീസ് ഐറ്റം. ഈ റിസർവുമായി ബന്ധപ്പെട്ടതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതുമായി ഉള്ള ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തി നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ആയ ജിത്തും മുത്തും അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വീതിക്കുന്ന അനുപാതം 3:2 പ്രകാരമാണ്. അതുപോലെ തന്നെ റിതു എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ട്ണർ വരുന്നതിന് മുൻപേ റിസർവ് ആയിട്ട് 40,000 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് 20,000 രൂപയുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ 2 ജേണൽ എൻട്രി ആണ് എഴുതേണ്ടി വരിക. ഒന്ന് റിസർവ് ജിത്തുവിന്റെയും മുത്തുവിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 3:2 പ്രകാരം മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രിയും P&L അക്കൗണ്ടിൽ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആയ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആയ 20,000 രൂപ 3:2 പ്രകാരം ജിത്തുവിന്റെയും മുത്തുവിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള രണ്ടാമത്തെ ജേണൽ എൻട്രിയും എഴുതേണ്ടി വരും. അപ്പൊ ഈ 2 ജേണൽ എൻട്രിയും ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ജേണൽ എൻട്രി എഴുതി നോക്കാം. റിസർവ് ജിത്തുവിന്റെയും മുത്തുവിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി അതെങ്ങനെ വരിക? റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 40,000 ടു ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ഒന്നാമത്തെ ഈ റിസർവ് ജിത്തുവിന്റെയും മുത്തുവിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്
മാറ്റുമ്പോഴുള്ള ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അപ്പൊ ഈ 40,000 രൂപ 3:2 പ്രകാരം ജിത്തുവിനും മുത്തുവിനും വീതിക്കണം. അങ്ങനെ വീതിക്കുമ്പോൾ ജിത്തുവിന് 24,000 എന്ന് കിട്ടും, മുത്തുവിന് 16,000 എന്നും കിട്ടും. അപ്പൊ ഇതാണ് റിസർവ് ജിത്തുവിന്റെയും മുത്തുവിന്റെയും ക്യാപിറ്റലിലേക്ക് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് അഥവാ P&L അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി. അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എമൗണ്ട് ആയ 20,000 രൂപയാണ്. ഈ 20,000 രൂപ ജിത്തും മുത്തും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 3:2 പ്രകാരം വീതിക്കും. അപ്പൊ 20,000നെ 3:2 പ്രകാരം വീതിക്കുമ്പോൾ ജിത്തുവിന് 12,000 എന്ന് കിട്ടും, മുത്തുവിന് 8,000 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക. ഇനി നമുക്ക് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലെ ആറാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, നിലവിലെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പോൾ പുതിയൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ആറാമത്തെ കാര്യം എന്താണ്? ആറാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? നിലവിലെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യലാണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് ആറാമത് ചെയ്യേണ്ട കാര്യം ഒരു പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A and B are partners sharing profit and losses in the ratio of 3:2. എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ ലാഭം നഷ്ടം വീതിക്കുന്ന അനുപാതം 3:2 ആണ്. ദേ അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ട്ണർ വിത്ത് 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹീ ഷുഡ് ബ്രിങ് ഇൻ ₹30,000 ആസ് ക്യാപിറ്റൽ. സി എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു. സി ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 30,000 രൂപയാണ്. The capital of old partners after all adjustment in respect of goodwill, revaluation of assets and liabilities, reserves etc. have been worked out at ₹80,000 for A and ₹65,000 for B. പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 80,000 ആണ്, ബിൻ്റെ ക്യാപിറ്റൽ 65,000 ആണ്. ഗുഡ്വില്ലും അതുപോലെ തന്നെ റീവാലുവേഷൻ്റെയും റിസർവിൻ്റെ ഒക്കെ മൂല്യം പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 80,000 ആണ്, ബിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 65,000 ആണ്. ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിൽ ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ പുതിയൊരു പാർട്ട്ണർ വന്നതിന് ശേഷം അവർ എഗ്രി ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരമായിരിക്കുമെന്നത്. ഡിറ്റർമിനിങ് ദ ന്യൂ capital of A and B and pass necessary journal entries assuming that partners whose capital short brings in the amount of deficiency and the partners who has an excess withdraw excess amount. നമ്മളോട് എൻ്റെയും ബിൻ്റെയും പുതിയ ന്യൂ ക്യാപിറ്റൽ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ എൻ്റെയും ബിൻ്റെയും പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുമ്പോൾ ഈ പുതിയ ക്യാപിറ്റലിനേക്കാളും ആർക്കാണോ ക്യാപിറ്റൽ നിലവിൽ കൂടുതലുള്ളത് അവർക്ക് ആ കൂടുതലുള്ള ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഈ പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുമ്പോൾ ആർക്കാണോ നിലവിലുള്ള ക്യാപിറ്റൽ പുതിയ ക്യാപിറ്റലിൻ്റെക്കാട്ടിലും കുറവുള്ളത് അയാൾ ബിസിനസ്സിലേക്ക് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരും വേണം. അപ്പോൾ ഇത് കാണിക്കുന്ന ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്തുന്നു നോക്കാം. നമുക്ക് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ആറാമത്തെ ട്രീറ്റ്മെന്റ് ആയ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്
അതുമായി ബന്ധപ്പെട്ട ആറാമത്തെ അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്തും എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് എയും ബി ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരുടെ ക്യാപിറ്റൽ എന്റെ ക്യാപിറ്റൽ 80,000 ആണ്, ബിന്റെ ക്യാപിറ്റൽ 65,000 ആണ്. സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വന്നു 1/6 ഷെയറിന് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നത് 30,000 രൂപയാണ്. ഇനി നമുക്ക് സി കൊണ്ടുവന്ന 30,000 രൂപയുടെ ക്യാപിറ്റലിനനുസരിച്ച് എന്റെയും ബിന്റെയും പുതിയ ക്യാപിറ്റൽ എത്ര രൂപയാകും എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് ഈ 30,000 രൂപയ്ക്ക് അനുസരിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? അതിന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എഴുതണം ടോട്ടൽ capital according to C's capital. സിയുടെ ക്യാപിറ്റൽ പ്രകാരം ഈ ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് സിന്റെ ക്യാപിറ്റൽ 30,000 ഇൻറ്റു സിന്റെ ഷെയറിനെ തലതിരിച്ചിടുക 6/1 എന്നിടുക. 30,000 ഇൻറ്റു 6/1 ചെയ്താൽ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് ഈ സ്ഥാപനത്തിന്റെ ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,80,000 ആണ്. അപ്പൊ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് ഈ സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ ആകെ എത്രയായിരിക്കണം? 1,80,000 ആണ്. ഇനി ഈ 1,80,000-ൽ സി 30,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയും ഈ 1,80,000-ൽ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ സിന്റെ റേഷ്യോ എത്രയാണ്? 1/6 ഭാഗമാണ് സിക്ക് വരുന്നത്. സിന്റെ പ്രോഫിറ്റ് 1/6. അപ്പൊ എന്റെയും ബിന്റെയും ബാക്കി എത്ര വരിക? ഈ 1/6 1 മൈനസ് ചെയ്താൽ പോരെ? 1/6 1 മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5/6 എന്ന് കിട്ടും. ഈ 5/6 എന്ന് പറയുന്ന പ്രോഫിറ്റിന്റെ വീതം ആർക്കൊക്കെ ഉള്ളതാണ്? എക്കും അതുപോലെ തന്നെ ബിക്കും ഷെയർ ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്റെ ബിന്റെ ഓൾഡ് റേഷ്യോന്റെ കൂടെ ഈ 5/6 നമ്മൾ ഗുണിക്കണം. അപ്പൊ എന്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? എസ് ന്യൂ റേഷ്യോ. എന്റെ പുതിയ റേഷ്യോ നമ്മൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് എസ് ന്യൂ ഷെയർ അല്ലെങ്കിൽ എസ് ന്യൂ റേഷ്യോ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ ഓൾഡ് റേഷ്യോ ഇൻറ്റു ഇപ്പൊ നമുക്ക് കിട്ടിയ ആ അനുപാതം. എന്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3/5 ഇൻറ്റു 5/6 മൾട്ടിപ്ലൈ ചെയ്യാൻ നേരിട്ട് 3×5 15. 5 ഇൻറ്റു 6 എത്രയാണ്? 30 ആണ്. 6×5 30. ഇതുപോലെ ബിന്റെയും കണ്ടെത്തുക. ബീസ് ന്യൂ ഷെയർ ഈക്വൽ ടു ബിന്റെ ഓൾഡ് റേഷ്യോ 2/5 ഇൻറ്റു 5/6. 2 ഇൻറ്റു 5 10 ആണ്. 5 ഇൻറ്റു 6 30. അപ്പൊ 15/30 എന്നും കിട്ടി, 10/30 എന്ന് കിട്ടി. ഈ റേഷ്യോ എന്തിനാണ് നമ്മൾ കണ്ടെത്തിയത്? എയും ബിയും എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോ ഈ ഒരു റേഷ്യോ 15/30 10/30 കണ്ടെത്തിയത്. ഇനി ഈ റേഷ്യോ പ്രകാരം ഈ 1,80,000-ക്ക് ഈ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ എ എത്ര കൊണ്ടുവരണം, ബി എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കറിയാം ഈ സ്ഥാപനത്തിന്റെ സി കൊണ്ടുവന്ന 30,000 രൂപയുടെ ക്യാപിറ്റലിനനുസരിച്ച് ഈ സ്ഥാപനത്തിന്റെ ടോട്ടൽ ക്യാപിറ്റൽ 1,80,000 ആണ്. അപ്പൊ എസ് ന്യൂ ക്യാപിറ്റൽ, എന്റെ ന്യൂ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ് ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1,80,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 30. 15/30 ചെയ്താൽ നമുക്ക് എ എത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് കിട്ടും? അത് 90,000 എന്നാണ് കിട്ടുക. 90,000. ഇതുപോലെ നമുക്ക് ബിന്റെയും കണ്ടെത്തിക്കൂടെ? ബീസ് ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1,80,000 ഇൻറ്റു നമുക്കിപ്പോ കിട്ടിയ റേഷ്യോ 10/30 ചെയ്താൽ നമുക്ക് 60,000 കിട്ടും. അപ്പോ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് അക്കോർഡിംഗ് ടു സീസ് ക്യാപിറ്റൽ എക്ക് എത്ര ക്യാപിറ്റൽ വേണം? 90,000. ബിക്ക് എത്ര ക്യാപിറ്റൽ വേണം? 60,000.
അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്റെ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 80,000 ഉണ്ട്. എന്റെ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ 80,000 ഉണ്ട്. ബിന്റെ ക്യാപിറ്റൽ 65,000 ഉണ്ട്. അപ്പൊ പുതിയ ക്യാപിറ്റൽ അനുസരിച്ച് എക്ക് എത്ര വേണ്ടത്? ക്യാപിറ്റൽ 90,000 ആണ് വേണ്ടത്. യഥാർത്ഥത്തിൽ എന്റെ ക്യാപിറ്റൽ 90,000 ഉണ്ടോ? ഇല്ല, 80,000 ഉള്ളൂ. അപ്പൊ എ 10,000 രൂപ ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. ബിക്ക് എത്രയുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എത്ര തന്നിട്ടുള്ളത്? ബിന്റെ 65,000 ആണ്. 65,000 65,000 ക്യാപിറ്റൽ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് ബിക്ക് എത്ര ക്യാപിറ്റൽ യഥാർത്ഥത്തിൽ വേണ്ടതുള്ളൂ? 60,000 രൂപയെ വേണ്ടതുള്ളൂ. ബിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്? 65,000 ഉണ്ട്. ബിക്ക് ശരിക്കും വേണ്ടത് എത്രയുള്ളൂ? 60,000 വേണ്ടതുള്ളൂ. അപ്പൊ 5,000 രൂപ ബിക്ക് വിഡ്രോ ചെയ്തുകൂടെ? വിഡ്രോ ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്ന പാർട്ട്ണർ 10,000 രൂപ ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. ബി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 5,000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്ന പാർട്ട്ണർ 10,000 രൂപ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി എങ്ങനെ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 എന്നാണ് ജേണൽ എൻട്രി വരിക. ഇനി ബിക്ക് 65,000 രൂപ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ആയിട്ട് തന്നിട്ടുണ്ട്. കണ്ടെത്തിയപ്പോ സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് ബിയുടെ ക്യാപിറ്റൽ കണ്ടെത്തിയപ്പോ 60,000 മതി എന്നാണ് കണ്ടെത്തിയത്. അപ്പൊ 5,000 രൂപ വിഡ്രോ ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. 60,000 രൂപ മതി. 65,000 രൂപ ബിന്റെ ക്യാപിറ്റലിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ 5,000 രൂപ വിഡ്രോ ചെയ്യാം ബിക്ക്. അപ്പൊ ബി 5,000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എങ്ങനെ വരിക? ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000 എന്നാണ് ജേണൽ എൻട്രി വരിക. അപ്പൊ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.